ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണല്ലേ? നമ്മൾ പഠിക്കുന്ന PSC സെന്ററിൽ നിന്ന് വിഷൻ 2031 സെമിനാർ കൂടാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബസ് വന്നേ. എല്ലാവരും കയറുന്ന മുമ്പ് ഞാൻ കയറി, കാരണം വിൻഡോ സീറ്റ് അത് മുഖ്യം പിക്കിലേ. അങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ കുറച്ച് ഉറങ്ങി, പിന്നെ കുറച്ച് പ്രകൃതി ആസ്വദിച്ച് തുടങ്ങിയപ്പോഴാണ് സ്ഥലത്തെത്തിയത്. നമ്മൾ വന്നത് ബട്ടർഫ്ലൈയിലാണ് ഗൈസ്. ഈ പ്രോഗ്രാം നടക്കുന്നത് കൊച്ചിയിലെ വേളി ഗ്രൗണ്ടിൽ വെച്ചായിരുന്നേ. ചെന്നപ്പോഴേ മുഖ്യമന്ത്രി എപ്പോൾ വരും എന്നതായിരുന്നു എൻ്റെ ചിന്തകൾ മനസ്സിൽ വെച്ച് അവർക്കൊപ്പം ഞാനും നടന്നു. ഞങ്ങളുടെ മിസ് പറഞ്ഞായിരുന്നു, മുഖ്യമന്ത്രിയൊക്കെ വരുന്ന പ്രോഗ്രാമാണ്, ഇന്ററാക്റ്റീവ് സെക്ഷനൊക്കെ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഭൂരിഭാഗം പേരും പോയത്. അങ്ങനെ സെമിനാർ ഫീഡ്ബാക്ക് ഫോം ഒക്കെ ആദ്യം തന്നെ കിട്ടി. രാവിലെ ഇറങ്ങിയത് കൊണ്ട് വിശന്നിട്ടും മേല. അപ്പോഴാണ് അവിടെ നല്ല രതീഷും ചായയും വടയുണ്ടെന്നറിഞ്ഞത്. ഞാനും വാങ്ങി. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വിശപ്പൊന്ന് ഒതുക്കി. ഞങ്ങളായിരുന്നു എന്ന് തോന്നുന്നു ആദ്യം വന്നത്, കാരണം അവിടെ കുട്ടികളെ ഒന്നും കണ്ടില്ല. സാരമില്ല, രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് വന്നിരുന്നേ. ഇതായിരുന്നു പ്രോഗ്രാം നടക്കുന്ന ഫസ്റ്റ് സ്റ്റേജ്. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ആള് വരുമെന്നായിരുന്നു. നോക്കിയപ്പോൾ മീഡിയക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. പക്ഷെ കാത്തിരിപ്പ് അവസാനിച്ചു എന്ന് പിന്നീടാണ് മനസ്സിലായത്. കാരണം മന്ത്രി വരുന്നുണ്ട് എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതാ മൈനോറിറ്റി മിനിസ്റ്റർ അബ്ദുറഹ്മാൻ സാറായിരുന്നു. സാരമില്ലടാ ഓയ്, പിന്നെ നടന്ന് ഓരോന്നും നോക്കി നോക്കി പോറടിക്കാൻ തുടങ്ങി. ഉച്ചയ്ക്കുള്ള ആഹാരത്തിന്റെ കൂപ്പൺ കിട്ടി ഗൈസ്. അപ്പോഴാണ് ഒരു ആശ്വാസമായത്. എങ്കിൽ ഉച്ചവരെ ഇവിടെയൊക്കെ ചെലവഴിക്കാം. എന്ത് രസം ഈ ജമന്തിപ്പൂക്കളെ കാണാൻ. ഇത് ഗ്രൗണ്ടിലെയാണേ. വിശന്ന് വളഞ്ഞു നിന്നപ്പോഴാണ് കഴിക്കാൻ സമയമായതറിഞ്ഞത്. അവിടെയും ക്യൂ. എന്നിനി അങ്ങ് ചെല്ലും, അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടി ഗൈസ്. എത്ര കഴിച്ചാലും മടക്കാത്ത നമ്മുടെ ബിരിയാണി അല്ലേ. അങ്ങനെ അതും കഴിച്ചത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചുമ്മാ നോക്കാ എന്ന് കരുതി വന്ന് നിന്നത് ഒരു തുണി അലക്കി തേച്ചു കൊടുക്കുന്ന സ്ഥലത്ത്. ഞങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് പ്രോഗ്രാം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് പോയേ. കാരണം മിസ് വഴക്ക് പറഞ്ഞാലോ. പക്ഷെ വന്നത് കറക്റ്റായി, ടീറ്റയുമായിരുന്നു. വീണ്ടും കിട്ടി ഗൈസ് രതീഷും ചായയും വടയും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴാണ് ആ സത്യം അറിഞ്ഞത്. കൂടെ വന്നവരൊക്കെ ഫോർട്ട് കൊച്ചി പോയെന്ന്. കേട്ടതും കേൾക്കാത്ത മതി നേരെ 10 രൂപ ടിക്കറ്റ് എടുത്ത് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഞങ്ങളോട് വിവരം പറഞ്ഞ കൂടെ പഠിക്കുന്ന ചെക്കന് താങ്ക്സ്. ഞങ്ങൾ അങ്ങനെ ഫോർട്ട് കൊച്ചി എത്തി ഗൈസ്. വേറെ ഒന്നുമില്ല സത്യത്തിൽ. ഇങ്ങനെ നടക്കാം. നടന്ന് ഞങ്ങൾ തീരുന്നില്ല, നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. നമുക്ക് നല്ല സമയക്കുറവുണ്ട്. അപ്പോൾ എത്ര ഹാപ്പി ആകാവോ അത്രയും ആകാം അല്ലേ. കുറെ കിട്ടിയില്ല എന്നതിലല്ല, എന്തുണ്ട് ഇപ്പോൾ എന്നതിലാണ്. ആ ഉള്ളത് കൊണ്ട് ഹാപ്പി ആവണം, അതാണ് വേണ്ടത്. അപ്പോൾ ഒന്ന് കറങ്ങി കണ്ടിട്ട് വരാം, വായോ. എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു കോൾ. അപ്പോഴാണ് ഇനി ഞങ്ങൾക്കൂടെ ബസ്സിലേക്ക് കയറാനുള്ളൂ എന്ന് അറിഞ്ഞത്. ഇന്ന് മിസ്സിന്റെ കയ്യിൽ നിന്ന് വെല്ലും കേൾക്കും എന്നോർത്ത് ചെന്നപ്പോൾ പാവം ഒന്നും പറഞ്ഞില്ല ഗേസ്. നമ്മുടെ എല്ലാ സ്റ്റാഫും പ്രിൻസിപ്പൾ ഉൾപ്പെടെ സൂപ്പറാണ്. അപ്പോൾ എങ്ങനെയാ ഗേസ്, വൈൻഡപ്പ് ആക്കല്ലേ? അടുത്ത വീഡിയോ കാണാം. കാണണം. അപ്പോ ഓക്കെ ഗേസ്, ബൈ.